ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ വിളിക്കാനായിട്ട് കൃഷ്ണമോള് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും കൃഷ്ണമോള് വന്ന് പറയാണ് പോകുന്നവർക്കും വരുന്നവർക്കും കാഴ്ചവസ്തുവായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അലീന ചേച്ചി മൃഗശാലയിലെ മൃഗമൊന്നും അല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരണം. കേട്ടോ പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണമോള് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വൈജ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. എന്തെടുക്കാടി അവളവിടെ, അവളെന്താ അടയിരിക്കുകയാണോ, അവർക്ക് എന്താണ് അവിടെ സംസാരിക്കാനുള്ളത്, അവൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. ഇതേ സമയം ശിവനും രാജീവനും പറയാണ് 25 ലക്ഷം രൂപയെങ്കിലും അവൾക്ക് കൊടുക്കാം, എന്നിട്ട് അവളോട് പോകാൻ പറയുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും കാര്യമില്ല, അവൾ എന്തായാലും ഇവിടെ നിന്ന് ലക്ഷങ്ങളൊന്നും വാങ്ങിച്ച് വിട്ടു പോകാൻ പോകുന്നില്ല, ഇതൊക്കെ നേടാനിരിക്കുന്ന അവൾ എങ്ങനെയാണ് അതൊക്കെ വിട്ടു പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും പോവുകയാണ്, നാളെ വരാമെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞതും മകളായി ദത്തെടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രേസമ്മനോടും മാമച്ചനോടും പറയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയുടെ വാക്കിൽ നിന്നാണ് ബാലേന്ദ്രൻ അറിഞ്ഞെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല രേവതിക്കുട്ടി അങ്കിളിനെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ എത്ര വേണമെങ്കിലും വിളിച്ചോളാൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശിവനും കമലയൊക്കെ കൂടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് സംഭവങ്ങളെല്ലാം പറയാണ്. ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിനി ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം അലീനനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട്. എന്നിട്ട് ശിവൻ നമ്മൾ ബാലേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് ശിവൻ ബാലേന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങനെ കൂടിക്കാഴ്ച വേണമെന്ന് പറയാണ്. നീ ഞങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആരെയാണ് ചീറ്റ് ചെയ്തതെന്ന് നന്നായിട്ട് ഓർത്തു നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോൾ ശിവൻ എന്തോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ശിവൻ നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അലീനയും ബാലേന്ദ്രനും തമ്മിൽ നമ്മൾക്ക് ആർക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളൊരു കാര്യം തോന്നുകയാണ്. ഇതേ സമയം ചർച്ചയ്ക്ക് ബാലേന്ദ്രൻ തയ്യാറാവാണ്. ഒരു സ്ഥലവും സമയമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അലീനയും കൂടെ വരാമെന്ന് പറയുമ്പോൾ വേണ്ട, അതൊന്നും വേണ്ട, നീ വരണ്ട, കാരണം വലിയ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് കുറച്ച് ചിലപ്പോൾ മോശമായിരിക്കും, വാവിട്ട വാക്കുകളൊക്കെ വന്നിരിക്കും, അതൊന്നും നീ കേൾക്കണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ പോകുന്നത് കണ്ടിട്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.